ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ
വേദൈ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തിയം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം തുടരുകയാണ്. ദശമസ്കന്ധത്തിലെ 2-ാം അധ്യായം ബ്രഹ്മാധികൃത ദേവകീ ഗർഭഗത വിഷ്ണു സ്തുതി. നമുക്ക് അധ്യായം ആരംഭം തൊട്ട് തന്നെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ദ്വിതീയോऽധ്യായഃ. ശ്രീശുക ഉവാച. പ്രലംബഭഗചാണൂരതൃണാവർത്തമഹാശനൈഃ മുഷ്ടികാരിഷ്ടദ്വിവിധപൂതനാകേശിധേനുകൈഃ അന്യൈശ്ചാസുരഭൂപാലൈർബാണഭൗമാദിഭിർയുതഃ യദൂനാം കഥനം ചക്രേ ബലീമാഗധസംശ്രയഃ. തേ പീഡിതാനി വിവിശുഃ കുരു പാഞ്ചാലകേകയാൻ സാൽവാൻ വിദർഭാൻ നിഷധാൻ വിദേഹാൻ കോസലാനപി. ഏകേ തമനുരുന്ധാനാ ജ്ഞാതയഃ പര്യുപാസത്തെ ഹതേഷു ഷട്സു ബാലേഷു ദേവക്യാ ഔഗ്രസേനിനാ. സപ്തമോ വൈഷ്ണവം ധാമ യം അനന്തം പ്രചക്ഷത്തെ ഗർഭോ ബഭൂവ ദേവക്യാ ഹർഷശോക വിവർദ്ധനഃ.
ഭഗവാനപി വിശ്വാത്മാ വിദിത്വാ കംസജം ഭയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാദിശത് ഗച്ഛ ദേവീ വ്രജം ഭദ്രേ ഗോപഗോഭിർ അലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാശ്ച കംസ സംവിഘ്നാ വിവരേഷു വസന്തി ദേവക്യാ ജഠരേ ഗർഭം ശേഷാക്യം ധാമമാമകം തൽ സന്നികൃഷ്യ രോഹിണ്യാ ഉദരേ സന്നിവേശയ അദാഹം അംശഭാഗേന ദേവക്യാ പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായാം നന്ദപത്ന്യാം ഭവിഷ്യസി അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരി ധൂപോപഹാര ബലിഭിഃ സർവകാമവരപ്രദാം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാ ഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണാ മാധവീ കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച ഗർഭസംകർഷണാത്തം വൈ പ്രാഹുഃ സംകർഷണം ഭുവി രാമേതി ലോകരമണാത് ബലം ബലവദുച്ഛ്രിയാത് സന്ദിഷ്ടൈവം ഭഗവതാ തദേത്യോമിതി തദ്വചഃ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗദാ തത്തദാകരോത് ഗർഭേ പ്രണീതേ ദേവക്യാ രോഹിണീം യോഗനിദ്രയാ അഹോ വിശ്രംസിതോ ഗർഭഃ ഇതി പൗരാ വിചുക്രുഷുഃ ഭഗവാനപി വിശ്വാത്മാ ഭക്താനാമഭയങ്കരഃ ആവിവേശാംശഭാഗേന മന ആനകതുന്ദുഭേഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ ബിഭ്രത് പൗരുഷം ധാമ ഭ്രാജമാനോ യഥാ രവിഃ ദുരാസതോതി ദുർധർഷോ ഭൂതാനാം സംബഭൂവഃ തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായദാനന്ദകരം മനസ്തഃ സാ ദേവകീ സർവജഗന്നിവാസ നിവാസഭൂതാ നിതരാം നരേജേ ഭോജേന്ദ്രഗേഹഗ്നിശിഖേവ രുദ്ര സരസ്വതീ ജ്ഞാനകലേ യദാ സതി താം വീക്ഷ്യ കംസഃ പ്രഭയാജിദന്തരം വിരോചയന്തീം ഭവനം ശുചിസ്മിതാം ആഹൈഷ മേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രിതോ യന്ന പുരേയമീദൃശീ കിമദ്യ തസ്മിൻ കരണീയമാശു മേ യദർത്ഥതന്ത്രോ ന വിഹന്തി വിക്രമം സ്ത്രിയാ സ്വസുർഗുരുമത്യാവധോയം യശശ്രിയം ഹന്ത്യനുകാലമായുഃ സയേഷ ജീവൻ ഖലു സംപരേതോ വർത്തേദയോത്യന്തനുശംസിതേന ദേഹ്യേ തം മനുജാശപന്തി ഗന്ധാതമോന്തം തനുമാനിനോ ധ്രുവം ഇതി ഘോരതമാദ്ഭാവാത് സന്നിവൃത്തഃ സ്വയം പ്രഭുഃ ആസ്തേ പ്രതീക്ഷൻ തജ്ജന്മ ഹരേർവൈരാനുബന്ധകൃത് ആസീനഃ സംവിശൻ തിഷ്ഠൻ ഭുഞ്ജാനഃ പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത്തന്മയം ജഗത് ബ്രഹ്മാഭവശ്ച തത്രൈത്യ മുനിഭിർനാരദാദിഭിഃ ദേവൈ സാനുചരൈ സാകം ഗീർഭിഃ വൃഷണം ഐഡയൻ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകാജനോऽസൗ ദ്വിഫലസ്ത്രിമൂലശ്ചതൂരസഃ പഞ്ചവിധഃ ഷഡാത്മാ സപ്തത്വകഷ്ടവിഡഭോ നവാക്ഷോ ദശച്ഛദി ദ്വിഗതോ ഹ്യാദിവൃക്ഷഃ ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിഭശ്ചിതോ യേ ബിഭർഷി രൂപാണ്യവബോധ ആത്മാ
ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സതാം അഭദ്രാണി മുഹുഖലാനാം ത്വയ്യംബുജാക്ഷാഖില സത്വധാമ്നി സമാധിനാവേശിതചേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമമദഭ്രസൗഹൃദാഃ ഭവൽപദാംബോരുഹനാവമത്രത്തെ നിദായ യാതാ സദനുഗ്രഹോ ഭവാൻ യേന്യേരവിന്ദാക്ഷ വിമുക്തമാനിനഃ ത്വയ്യസ്തഭാവാദവിശുദ്ധബുദ്ധയഃ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തദഃ പതന്ത്യധോനാദൃതയുഷ്മദംക്രയഃ തദാ ന തേ മാധവ താവകാ ക്വചിത് ഭ്രശ്യന്തി മാർഗാ ത്വയി ബദ്ധസൗഹൃദാഃ ത്വയാ വിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീകപമൂർധ സുപ്രഭോ സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം വപുഃ വേദക്രിയാ യോഗ തപസ്സമാധിഭിസ്തവാർഹണം യേന ജനഃ സമീഹത്തെ സത്വം ന ചേദ്ധാദരിദം നിജം ഭവേത് വിജ്ഞാനമജ്ഞാനഭിതാപമാർജനം ഗുണപ്രകാശൈരനുമീയത്തെ ഭവാൻ പ്രകാശത്തെ യസ്യ ച യേന വാ ഗുണഃ നാമരൂപേ ഗുണജന്മകർമ്മഭിഃ നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോവചോഭ്യാമനുമേയവത്മനോ ദേവ ക്രിയായാം പ്രതിയന്ത്യദാഭിഃ ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോഃ ആവിഷ്ടചേതാ ന ഭവായ കൽപ്പത്തെ ദിഷ്ട്യാ ഹരേസ്യാ ഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേഷിദുഃ ദിഷ്ട്യാങ്കിതം ത്വൽപദകൈഃ സുശോഭനൈർദ്രക്ഷ്യാമ ഗാംഗ്യാം ച തവാനുകമ്പിതാം ന തേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യയാ കൃതാ യതസ്ത്വയ്യഭയാശ്രയാത്മനി മത്സ്യാശ്വകച്ഛപനൃസിംഹപരാഹംസരാജന്യവിപ്രവിബുധേഷു കൃതാവതാരഃ ത്വം പാസിനഃ ത്രിഭുവനം ച യദാധുനേശ ഭാരം ഭുവോ ഹരയതൂത്തമ വന്ദനം തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദിഷ്ട്യാംബതേ കുക്ഷിഗതഃ പരഃ പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായ നഃ മാഭൂദ്ഭയം ഭോജപതേർമുമൂർഷോഃ ഗോപ്തായ ദൂനാം ഭവിതാ തവാത്മജഃ. ശ്രീശുക ഉവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപം അനിദം യഥാ ബ്രഹ്മേശാനൗ പുരോധായ ദേവാഃ പ്രതിയയുർദിവം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗർഭഗത വിഷ്ണോഃ ബ്രഹ്മാദികൃതസ്തുതിർനാമ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ.
ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 2-ാം അധ്യായം ആണിപ്പോൾ നമ്മൾ വായിച്ചത്. അതിൽ 29 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. ദേവകീ ഗർഭഗതനായ ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാർ വന്ന് സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്തുതി. 15 ശ്ലോകങ്ങൾ, അതിൽ 14 ഭഗവാനെക്കുറിച്ചും അവസാനത്തെ ശ്ലോകം ദേവകീ ദേവിയെ പ്രശംസിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള സ്തുതിയാണ്. വളരെ ഈ ഭാഗവതത്തിന്റെ തന്നെ സാരമായിട്ടുള്ള സ്തുതി തന്നെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അല്ലെങ്കിൽ സത്യം പരം ധീമഹി എന്നൊക്കെയുള്ള ആ എന്താ പറയുക, ഭാഗവതത്തിലെ ഏറ്റവും മഹാവാക്യങ്ങളെന്ന് പറയാവുന്ന വാക്യങ്ങളാണിതെല്ലാം, അല്ലേ? വേദമന്ത്രങ്ങളിൽ മഹാവാക്യങ്ങൾ, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയും പോലെ ഇവിടെ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങൾ, മഹാവാക്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് സത്യം പരം ധീമഹി എന്നും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നും. ആ പരമ സത്യത്തെ ഞങ്ങൾ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നു എന്നാണ് പ്രതിജ്ഞ ചെയ്തത്. ആ സത്യത്തെ തന്നെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത് എന്ന് ആരംഭത്തിൽ തന്നെ പറഞ്ഞു, പ്രഥമസ്കന്ധത്തിൽ തന്നെ, അല്ലേ? ആ തത്വത്തെ, അദ്വയമായ ജ്ഞാനത്തെ ഭഗവാൻ അല്ലെങ്കിൽ പരമാത്മാ എന്നൊക്കെയുള്ള ശബ്ദങ്ങളെ കൊണ്ട് പറയപ്പെടുന്നു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അപ്പൊ ആ സത്യം തന്നെയാണ് ഭഗവാൻ. ആ സത്യത്തെ ഇവിടെ ഭാഗവതത്തിൽ ഭഗവാനായി വർണ്ണിക്കുകയാണ്. ആ ഭഗവാന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഭാവമാണ് കൃഷ്ണാവതാരം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോരേതേ ഷണ്ണാം ഭഗയിതീരണ. ഈ 6 ഭഗങ്ങളും അതിന്റെ പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കുന്ന അവതാരമാണ് കൃഷ്ണാവതാരം. ആ കൃഷ്ണാവതാരത്തെ കുറിച്ച് തന്നെയാണ് അല്ലെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ നോക്കി പാടിയത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖിലവിദസിനക്വാവിതേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. ഭഗവൽ ശബ്ദം കൊണ്ട് ഏറ്റവും അർത്ഥമാക്കുന്നത്, അതിനാശ്രയഭൂതനായിരിക്കുന്നത് ഈ ഭഗവാൻ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ അവതാരം തന്നെയാകുന്നു എന്ന് വർണ്ണിച്ചിരുന്നു. അപ്പോൾ മേൽപ്പത്തൂര് നാരായണീയം ആരംഭിക്കുന്ന സമയത്തുള്ള ആ 3 അധ്യായങ്ങൾ, ആദ്യത്തെ 3 ദശകങ്ങൾ ഭഗവാന്റെ ആ മഹാത്മ്യം, സ്വരൂപം എല്ലാം വർണ്ണിക്കുന്നതും ഭക്തിയുടെ മഹിമ വർണ്ണിക്കുന്നതുമായിട്ടുള്ള ആദ്യത്തെ 3 അധ്യായങ്ങളുണ്ട്, 3 ദശകങ്ങളുണ്ട്. അതിന്റെ ബേസ് എവിടെയാന്ന് ചോദിച്ചാൽ ഈ ബ്രഹ്മാധികൃത ഭഗവത് സ്തുതിയാണ്. ഇതിനെ ഒന്നുകൂടെ വിശദമാക്കി വളരെ മനോഹരമാക്കിയിട്ട് അവതരിപ്പിച്ചതാണ് ആ 3 അധ്യായങ്ങൾ, 3 ദശകങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇത് വളരെ സാരമായി ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് വ്യാസൻ അവതരിപ്പിച്ചപ്പോ
ഈ ആശയത്തെ നല്ല രീതിയിൽ കുറെ കൂടി സ്പഷ്ടമാക്കി അവതരിപ്പിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്തത്. അതാണ് ആ 3 അധ്യായം. ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇത് തന്നെയാണ് അത് തന്നെയാണ് ഇത്. ഇത് മനസ്സിലാക്കാത്തവര്, മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളവര് അത് പഠിക്കുക. അത് പഠിച്ചാൽ കൂടുതൽ ലളിതമായിട്ട് മനസ്സിലാകും. ഞാനിപ്പോ നാരായണീയം നമ്മുടെ എടുത്തു വെച്ചില്ല, ഇല്ലെങ്കിൽ രണ്ടും കൂടി താരതമ്യം ചെയ്ത് പറഞ്ഞു തരാമായിരുന്നു. നാളെ നോക്കാം നമുക്ക്. ഇത് തന്നെയാണ് അത്. ഈ ബ്രഹ്മാധികൃത സ്തുതിയിൽ വരുന്ന ആശയങ്ങളൊക്കെ തന്നെയാണ് മേൽപ്പത്തൂരിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ വരുന്നത്. നോക്കാം നമുക്ക്. അത് വേണമെങ്കിൽ നാളെ സമയമുണ്ടെങ്കിൽ താരതമ്യം ചെയ്യാം. നാളെ സമയം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആകുമ്പോഴേക്കും കൃഷ്ണാവതാരം കണക്കാക്കിയിട്ടാണ്. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ വേണമെങ്കിൽ വായിച്ചു തീർക്കാൻ നമുക്ക് വായിച്ച് വ്യാഖ്യാനിക്കാം, സമയമുള്ളത് കൊണ്ട്. വെറുതെ കളയണ്ടല്ലോ സമയം, അല്ലേ? ശ്രീകൃഷ്ണ ജയന്തി ആകുമ്പോഴേക്കും എല്ലാവർക്കും ആ കഥ, അതിന്റെ ഭാവം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കാറാവൂല്ലോ അപ്പോഴേക്കും, അല്ലേ? അതായിരിക്കും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നു. നാരായണ. ഇപ്പൊ നമ്മള് രാവിലെ 4 ശ്ലോകങ്ങളാണ് കണ്ടത്. ദേവാവൂചുഹു സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. സത്യം പരം ധീമഹി എന്നുള്ള ആ ഭാഗവതത്തിന്റെ പ്രസ്താവനയെ, പ്രതിജ്ഞയെ ഇവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ആ സത്യസ്വരൂപൻ തന്നെയാണ്, ആ സത്യം തന്നെയാണ് ഭഗവാൻ. പരമമായ സത്യം തന്നെയാണ് ഭഗവാൻ. സത്യവ്രതനാണ് ഭഗവാൻ. ഭഗവാൻ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുക എന്നുള്ള സത്യവ്രതത്തോടു കൂടിയവനാകുന്നു. ഇനി ആരൊക്കെയാണോ സത്യത്തെ വ്രതമാക്കി സ്വീകരിച്ചിരിക്കുന്നത് അവർക്കൊക്കെ സുലഭമായി ലഭിക്കുന്നവനാണ് ഭഗവാൻ. ഇപ്പൊ ഭഗവാനെ ഭജിക്കാനുള്ള വ്രതം, ഏറ്റവും നല്ല വ്രതം ഏതാണെന്ന് ചോദിച്ചാൽ സത്യം വദ. സത്യം പരിപാലിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ഉപാസന ചെയ്താലും അത് ഈസി ആയിട്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും. കാരണം ആ സത്യം പാലിക്കുന്നവരുടെ ഹൃദയമാണ് എപ്പോഴും ശുദ്ധമായിരിക്കുക. എപ്പോഴും സത്യം മാത്രം നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്നവർക്ക് വക്രതകളില്ലാത്തതുകൊണ്ട്, ഉള്ളില് നിഗൂഢതകളൊന്നുമില്ലാത്തതുകൊണ്ട്, കറകളൊന്നുമില്ലാത്തതുകൊണ്ട് അവരുടെ ഹൃദയം എപ്പോഴും സ്വസ്ഥവും ശാന്തവും തെളിഞ്ഞതുമായിരിക്കും. ആ തെളിഞ്ഞ ഹൃദയത്തില് ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അങ്ങനെ സത്യമാണ് നമ്മളെ നിഷ്കളങ്കരാക്കുന്ന ഏറ്റവും നല്ലൊരു ഉപാസന. എപ്പോഴെങ്കിലും നമ്മൾ ആരെയെങ്കിലും വഞ്ചിക്കണം എന്ന് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് അഴുക്കായി, അശുദ്ധമായി, കളങ്കിതമായി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നാതിരിക്കട്ടെ. ആരെയെങ്കിലും വഞ്ചിക്കണം, ആരോടെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കണം, ലംഘിക്കണം എന്നൊക്കെ തോന്നും തോറും നമ്മുടെ ഉള്ളിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരെ വഞ്ചിക്കുക എന്നുള്ള ചിന്ത വരും. ഏതൊക്കെ നുണ പറഞ്ഞിട്ട് വേണം, എങ്ങനെയൊക്കെ അവരെ ഒഴിവാക്കാൻ നോക്കാം നമുക്ക് എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് അത്യന്തം കലുഷിതമാകും. അങ്ങനെ കലുഷിതമായിട്ടുള്ള മനസ്സിൽ ഭഗവാൻ തെളിയില്ല, ഭഗവാനോടുള്ള ഭക്തി ശുദ്ധമായിരിക്കില്ല. ബാക്കി നിങ്ങൾ എന്തെല്ലാം സാധനകൾ ചെയ്താലും അതിന് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുകയില്ല. അപ്പൊ കലർപ്പില്ലാത്ത ഹൃദയം ഉണ്ടാകണമെങ്കിൽ സത്യം പരിപാലിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഭഗവാനെ പ്രാപിക്കാനുള്ള എളുപ്പ വഴി ഏതാ ചോദിച്ചാൽ സത്യപരിപാലനം തന്നെ. സത്യവ്രതൻ.
സത്യപരനാണ് ഭഗവാൻ. ഭഗവാൻ തന്നെയാണ് സത്യമായിട്ടുള്ള പരമമായിട്ടുള്ള സ്ഥാനം. സത്യത്തിലൂടെ പ്രാപിക്കേണ്ടതും സത്യമായി പ്രാപിക്കേണ്ടതും നിത്യമായിരിക്കുന്നതുമായിട്ടുള്ള സ്ഥാനമാണ് പരമമായിട്ടുള്ള സ്ഥാനം ഭഗവാൻ. ആ ഭഗവാനെ സത്യമാക്കി കരുതി ബാക്കിയുള്ള ലോക വിഷയങ്ങളെല്ലാം അസത്താണ്, അനിത്യമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉറയ്ക്കട്ടെ. പരമായിരിക്കുന്ന സത്യം ഭഗവാൻ തന്നെയാണ്. ത്രിസത്യം, 3 കാലത്തും സത്യമായിരിക്കുന്നതാണ് ഭഗവത് സ്വരൂപം. ത്രികാല അബാധിതമായിരിക്കുന്ന സത്യം, ഭൂതകാലത്ത് എല്ലായ്പ്പോഴും ഉള്ളതും വർത്തമാനകാലത്ത് കാണപ്പെടുന്നതെല്ലാം ആ സത്യം തന്നെയാണ്. ഭാവിയിൽ എല്ലാം ഇല്ലാതായാലും ശേഷിക്കുന്ന സത്യവും അത് തന്നെ. അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത്പരം പശ്ചാത്തഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം എന്നുള്ള ആ ചതുശ്ലോകി ഭാഗവതത്തിലെ ആദ്യ ശ്ലോകം, അതിന്റെ ആശയമാണ് ത്രിസത്യം. സത്യസ്യ യോനി, ഈ കാണപ്പെടുന്ന വ്യാവഹാരിക സത്യത്തിന് ഉത്ഭവസ്ഥാനം കാരണമായിരിക്കുന്നത് ഭഗവാൻ തന്നെ. ജന്മാദ്യസ്യ യതഃ എന്നുള്ളത് തന്നെ. അതിൽ ജന്മ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് യോനി എന്നുള്ള പ്രയോഗം. അസ്യ ജന്മ യതഃ, ഇതിന്റെ ജന്മം, ഈ ലോകത്തിന്റെ ഉൽപ്പത്തി, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി യാതൊന്നിൽ നിന്നാണ്, ഇവനിൽ നിന്നു തന്നെ. സത്യസ്യ യോനി നിഹിതം ച സത്യം, ഈ സത്യമായിരിക്കുന്ന വ്യാവഹാരിക ലോകത്തിൽ എല്ലായിടത്തും നിഹിതമായിരിക്കുന്നവനാണ്, വ്യാപിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ ഈ ലോകത്തിലെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നവൻ, വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു, അത് തന്നെയാണ് സത്യേ നിഹിതം. ഇതിനെല്ലാം സസ്റ്റെയിൻ ചെയ്യുന്നവൻ. ആഭരണങ്ങളിൽ സ്വർണം നിഹിതമായിരിക്കുന്നത് പോലെ, മൺപാത്രങ്ങളിൽ മണ്ണ് നിഹിതമായിരിക്കുന്നത് പോലെ, വസ്ത്രങ്ങളിൽ നൂല് നിഹിതമായിരിക്കുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സത്യേ നിഹിത, സത്യത്തിൽ നിഷ്ഠയോടുകൂടിയവൻ എന്നർത്ഥത്തിലും നിഹിത. സത്യസ്യ സത്യം, ഈ കാണപ്പെടുന്ന സത്യത്തിന് മുഴുവൻ കാരണമായിരിക്കുന്ന, ആദി കാരണമായിരിക്കുന്ന പരമസത്യം. സത്യം പരം ധീമഹി, അതിനെ സത്യസ്യ സത്യം. ഋതസത്യ നേത്രം, ഋതം സത്യം എന്നുള്ള 2 പ്രകാരത്തിലുള്ള അനുഷ്ഠാനങ്ങളിലൂടെ, അഥവാ സത്യം വദ ധർമ്മം ചര എന്നുള്ള ജീവിതത്തിലൂടെ നയിക്കപ്പെടുന്നത് ഏതൊരു ലക്ഷ്യത്തിലേക്കോ, അല്ലെങ്കിൽ ഋതവും സത്യവും ആരിലേക്ക് നയിക്കണമോ, ആരാണോ ലക്ഷ്യമായിരിക്കുന്നത്, അത് ഋതസത്യ നേത്രം. അങ്ങനെയുള്ള സത്യാത്മകം സത്യസ്വരൂപനായ അങ്ങയെ വയം ശരണം പ്രപന്നാഹ. ബ്രഹ്മാദയ വയം, ബ്രഹ്മാദി ശംഭു മുതലായവരെല്ലാവരും തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. വയം ശരണം പ്രപന്നാഹ, ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പോ നിങ്ങൾ എന്തിനാ ശരണം പ്രാപിക്കുന്നത്? നിങ്ങളും എന്നെ പോലെ ഈശ്വരന്മാർ തന്നെയല്ലേ എന്നൊക്കെ ആണെങ്കിൽ, ഞങ്ങളൊക്കെ അങ്ങയുടെ അംശഭൂതന്മാരായ വിഭൂതികളായിരിക്കുന്ന, അങ്ങയെ ആശ്രയിച്ച് കഴിയുന്നവരാകുന്നു. അങ്ങ് പരമസത്യം എന്ന് ഈ ദേവന്മാരെല്ലാരും കൂടി ഭഗവാനെ ഉറപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ, 27ാം ശ്ലോകത്തിൽ, ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം അത് അങ്ങ് തന്നെയാണ്, ഞങ്ങളൊക്കെ അതിലുള്ള ചില ഭാഗങ്ങളാണ്, അംശങ്ങളാണ്, ശാഖകളാണ്, ഫലങ്ങളാണ്, പുഷ്പങ്ങളാണ് എന്ന് സൂചിപ്പിക്കാനായിക്കൊണ്ട് പ്രപഞ്ച വൃക്ഷരൂപനിയായിട്ട് അദ്വിതീയമായിട്ട് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചാകാരമായ വൃക്ഷം. വൃക്ഷത്തിൽ പല വൈവിധ്യങ്ങളുണ്ടെങ്കിലും വൃക്ഷം ഒന്നാണ്. വൃക്ഷത്തിൽ ശാഖകളുണ്ട്, വൃക്ഷത്തിൽ ഇലകളുണ്ട്, വൃക്ഷത്തിൽ കാണ്ഡമുണ്ട്, വൃക്ഷത്തിന് വേരുണ്ട്, വൃക്ഷത്തിന് പഴമുണ്ട്, വൃക്ഷത്തിന് പൂക്കളുണ്ട്, അതിൽ താമസിക്കുന്ന അതിൽ കൂടുകളുണ്ട്, പക്ഷികളുണ്ട്. വൃക്ഷത്തിൽ പല അവയവങ്ങളുണ്ടെങ്കിലും വൈവിധ്യങ്ങളുണ്ടെങ്കിലും നാനാത്വമുണ്ടെങ്കിലും ആ നാനാത്വത്തിൽ ഏകത്വം അതെന്താണ്? അതാണ് ആ വൃക്ഷം. നാനാ നാമരൂപാത്മകമായി നമ്മൾ അതിനെ അവയവങ്ങളായി വർണ്ണിക്കുമ്പോഴും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാവമാണ് ആ വൃക്ഷം എന്ന് പറയുന്നത്. ആ വൃക്ഷ സ്വരൂപനാണ് ഭഗവാൻ.
ഈ പ്രപഞ്ചം വൈവിധ്യാത്മകമായ ഒരു വൃക്ഷം പോലെയാണെങ്കിൽ ഈ വൃക്ഷത്തിന് എല്ലാമായിരിക്കുന്നത്, ആധാരമായിരിക്കുന്നത്, ആശ്രയമായിരിക്കുന്നത് ആ ഭഗവാനാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഏകായനോ സൗധിഫലത്രിമൂല ചതൂരസഃ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നവാക്ഷോ ദശച്ഛതി ദ്വിഗഗോ യാദിവൃക്ഷഃ. അപ്പോ ഏകമായ ആശ്രയത്തോടും 2 പഴങ്ങള് സുഖദുഃഖങ്ങളാകുന്ന ഫലങ്ങളോടും 3 മൂലങ്ങൾ, 3 വേരുകൾ, സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളാകുന്ന വേരുകളോടും ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 രസങ്ങളോടും 5 ഇന്ദ്രിയങ്ങളാകുന്ന 5 പ്രകാരത്തിൽ ലക്ഷീകരിക്കപ്പെടുന്നതും ഷഡാത്മ 6 വികാരങ്ങളോട് കൂടിയതും സപ്തത്വക്ക് 7 ധാതുക്കളാകുന്ന ത്വക്കോടുകൂടിയതും അഷ്ടവിടവഃ ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടത എന്ന് ഗീതയിലൂടെ ഭഗവാൻ തന്റെ അഷ്ടതാ പ്രകൃതിയെ, അപരാപ്രകൃതിയെ പറയുന്നുണ്ട്. ആ അപരാപ്രകൃതി തന്നെയാണ് ഇവിടെ അഷ്ടവിടവഃ 8 കൊമ്പോട് കൂടിയതും നവ അക്ഷഃ 9 ദ്വാരങ്ങൾ 9 ദ്വാരങ്ങളോട് കൂടിയ പുരമാണ് ഈ ശരീരം. അപ്പൊ ഈ 9 തരത്തിലുള്ള ദ്വാരങ്ങളുള്ളതാണ് ഈ സമഷ്ടിയും. അങ്ങനെയുള്ള ദശച്ഛതി 10 പ്രാണങ്ങളാകുന്ന ഇലകളോട് കൂടിയതും 2 പക്ഷികൾ ജീവാത്മാവും പരമാത്മാവുമാകുന്ന പക്ഷികളോട് കൂടിയതുമായിട്ടുള്ള ആദിവൃക്ഷ അങ്ങ് തന്നെയാകുന്നു. ആദിവൃക്ഷ ഈ പ്രപഞ്ചാകാരത്തിലുള്ള വൃക്ഷമായിരിക്കുന്ന ആ വൃക്ഷം അതങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ശാഖകളാകുന്നു ഞങ്ങളൊക്കെ, അങ്ങയുടെ അംശഭൂതന്മാരാകുന്നു ഞങ്ങളൊക്കെ. യു ആർ ദ ഹോൾ, വി ആർ ഓൾ പാർട്സ് എന്നുള്ള ഭാവത്തിലാണ് ഇവിടെ സ്തുതി. സ്തുതിക്കുമ്പോൾ അങ്ങനെ വേണം. ദ്വൈതഭാവത്തിലാണ് സ്തുതി. സ്തുതിക്കപ്പെടുന്നവനും സ്തുതിക്കുന്ന ആളും രണ്ടും രണ്ടായി നിന്നുകൊണ്ട് ഈശ്വരനെ സ്തുതിക്കുന്നു ജീവൻ, ഭഗവാനെ സ്തുതിക്കുന്നു ഭക്തൻ. അപ്പൊ ഭഗവാൻ പൂർണ്ണൻ, ഭക്തൻ ഇവിടെ അംശഭാവത്തില് ഹനുമാൻ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ജീവഭാവേ ത്വദംശകഃ. ജീവഭാവത്തിൽ അഭിമാനമുള്ളവരായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ അങ്ങയുടെ അംശങ്ങളാണ്. ദേഹാഭിമാനം പൂർണ്ണമായി പോകുമ്പോഴേ ആത്മഭാവം വരുള്ളൂ. ആത്മഭാവേ ത്വമേവാഹം. വാസ്തവ ദൃഷ്ട്യാ, പാരമാർത്ഥിക ദൃഷ്ട്യാ ഞങ്ങളും അങ്ങും ഒന്നു തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോ ആ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങള്, കംപ്ലൈന്റുകളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങേ വന്ന് ശരണം പ്രാപിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് അദ്വൈത ഭാവം ഉണർന്നിരുന്നുവെങ്കിൽ അങ്ങേ വന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോ കംസനും ശിശുപാലനും ദന്തവക്ത്രനും ജരാസന്ധനും ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളിൽ നിന്ന് ഭിന്നനായിട്ട് ഒരു കംസനെയോ ഒരു ജരാസന്ധനെയോ ഒരു ശിശുപാലനെയോ ആരെയും ഞങ്ങൾ കാണുന്നില്ല. ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അവതാരത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് ഇവര്. പാലാഴി തീരത്ത് ചെന്ന് സ്തുതിച്ചവരാണ്. എന്തുകൊണ്ട്? ഭയമുണ്ടായതുകൊണ്ട്, ദുഃഖമുണ്ടായതുകൊണ്ട്, ഇവർക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവശതയുണ്ട്. അവശതയുള്ളത് കൊണ്ട് തന്നെ ജീവഭാവം ആണ്. അപ്പൊ ജീവഭാവത്തിൽ ഭക്തന്മാരായി നിന്നുകൊണ്ട് പൂർണ്ണനായ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ആ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. ഭഗവാൻ പൂർണ്ണൻ, സ്തുതിക്കുന്ന നമ്മൾ അംശഭൂതന്മാർ. ഇവിടെ ദ്വൈതമുണ്ട്. വാസ്തവം അദ്വൈതമാണ്. പ്രപഞ്ചവൃക്ഷം ആണ് അദ്വൈതം, സത്യം. അതിലെ അംശങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് ഭേദബുദ്ധി ഉള്ളതുകൊണ്ട് ഇപ്പോ സ്തുതിക്കുകയാണ്. സ്തുതിച്ച് ഈ തത്വം നല്ലതുപോലെ ഞങ്ങളുടെ ഉള്ളിൽ ഉറച്ച് ഭേദഭാവന ഇല്ലാതെയായാൽ പിന്നെ സ്തുതിയുടെ ആവശ്യവും ഇല്ല. പിന്നെ സ്തുതിക്കപ്പെടുന്ന ആളും സ്തുതിക്കുന്ന ആളും ഒന്നായി തീരുകയാണ്. അതുവരയ്ക്ക് സ്തുതി തുടരണം.
രണ്ടായിരിക്കുന്നത് വരയ്ക്ക്, ദ്വൈതഭാവം ഉള്ളത് വരയ്ക്ക്, നമുക്ക് അഭിമാനമുള്ളത് വരയ്ക്ക് എന്തു വേണം? സ്തുതി തുടരണം. എന്ന് നിങ്ങൾക്ക് അഭിമാനമില്ലാതാവുന്നുവോ അന്ന് നിങ്ങൾ സ്തുതി വിട്ടോളൂ, കുഴപ്പമില്ല. ഭേദഭാവനയില്ല, അദ്വൈതഭാവം ഉറച്ചു, ഒന്നിൽ നിന്നും നിങ്ങളെ ദുഃഖം ബാധിക്കുന്നില്ല, ഒരു കംപ്ലൈന്റും നിങ്ങൾക്കില്ല, സ്വയം എപ്പോഴും പൂർണ്ണത അനുഭവിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്തുതി വിട്ടോളൂ. പിന്നെ സ്തുതിക്കാൻ വിഷയമില്ല. സ്വയം തന്നെ തന്നെയാണ് പിന്നെ സ്തുതിക്കുന്നത്. സ്തുതിക്കുന്നുണ്ടെങ്കിൽ തന്നെ തന്നെയാണ് സ്തുതിക്കുന്നത്. ഈ സത്യം അറിഞ്ഞിരിക്കുക. ഭഗവാനെ എന്തിനു സ്തുതിക്കണം എന്ന് ചോദിക്കരുത് ഇനിമേൽ. എന്തിനു സ്തുതിക്കണം? ഭേദഭാവന ഉള്ളതുവരേക്കും സ്തുതിക്കണം. നിങ്ങൾക്ക് എന്താ പറയുക, ലിമിറ്റേഷനുണ്ട്, പാരവശ്യമുണ്ട്, ദുഃഖങ്ങളുണ്ട്, എങ്കിൽ സ്തുതിച്ചേ മതിയാവൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മാദി ദേവന്മാര് ഭഗവാനെ സ്തുതിക്കുന്നത്. ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിഃ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ യേ. ത്വമേക ഏവാസ്യ സതഃ പ്രസൂതിസ്ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച. അങ്ങ് തന്നെയാണ് അസ്യ സതഃ പ്രസൂതി, ത്വം ഏകഃ ഏവ. അങ്ങ് തന്നെയാണ് ഈ സത്തായിരിക്കുന്ന, ഈ വ്യാവഹാരിക സത്തയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ കാരണം, ഉൽപ്പത്തി സ്ഥാനം, പ്രസൂതി, ഇതിന്റെ പ്രൊഡക്ഷൻ അങ്ങ് തന്നെയാണ്. ത്വം സന്നിധാനം, അങ്ങ് തന്നെയാണ് ഇതിന്റെ ഗതി, അവസാനം ചെന്ന് പ്രാപിക്കേണ്ടത്. എല്ലാം ഇല്ലാതായാലും അങ്ങയിലേക്ക് വന്ന് സാന്നിധ്യം ചെയ്യുന്നു, അങ്ങയിൽ വന്ന് നിധനം പ്രാപിക്കുന്നു, അങ്ങാകുന്ന ആധാരത്തിലേക്ക് ലയിക്കുന്നു. അതാണ് സന്നിധാനം. ത്വം അനുഗ്രഹശ്ച, അങ്ങാണ് ഇപ്പൊ ഇതിനെല്ലാം മുറുക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്, എന്ന് വെച്ചാൽ എല്ലാറ്റിനെയും നിലനിർത്തുന്നത്. അങ്ങാണ് ഇതിനെ ഗ്രഹിച്ചിരിക്കുന്നത്, നിരന്തരം ഗ്രഹിച്ചുകൊണ്ട് നിലനിർത്തുന്നത്, സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ അങ്ങ് തന്നെയാണ് എന്ന് ജന്മാദ്യസ്യ യതഃ യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ ഏന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി. ആ ആശയത്തെ ആദ്യത്തെ 2 വരിയിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞു ത്വന്മായയാ സംവൃതചേതസഃ ത്വാം പശ്യന്തി നാനാ. അങ്ങയുടെ ആ മായാ വിലാസം കൊണ്ട് ആരുടെ ചേതസ്സുകളാണോ സംവൃതമായിരിക്കുന്നത്, കവേർഡായിരിക്കുന്നത്, അവർ നാനാത്വം പശ്യന്തി, കാണുന്നു. ഇപ്പൊ മായ കൊണ്ട് ബുദ്ധി ഭ്രമമുള്ളവരാണ്, സത്യം കാണാൻ കഴിവില്ലാത്ത മങ്ങിയ ബുദ്ധിയോടുകൂടിയവരാണ് എന്ത് കാണുന്നത്? ഈ നാനാത്വത്തെ സത്യമായിട്ട് കാണുന്നത്. എന്നാൽ ന വിപശ്ചിതോ യേ വിപശ്ചിതഃ ന പശ്യന്തി. വിദ്വാൻമാരായിട്ടുള്ളവർ, സത്യം സാക്ഷാത്കരിച്ചിട്ടുള്ള മഹാത്മാക്കൾ നാനാന പശ്യന്തി, അവര് പലത് കാണുന്നില്ല, അവര് ഏകനായ അങ്ങയെ ദർശിക്കുന്നു. അപ്പോ ഏകത്വം ദർശിക്കാൻ വിപശ്ചിത്തുക്കളാകണം, വിദ്വാൻമാരാകണം, പണ്ഡിതന്മാരാകണം. ഇവിടെ പണ്ഡിതൻ എന്ന് പറഞ്ഞാല് കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല, സത്യത്തെക്കുറിച്ചിട്ടുള്ള പൂർണ്ണ അനുഭവമുള്ള, ബോധ്യമുള്ള ഒരാള്, ആത്മവിഷയം ജ്ഞാനമുള്ളവനാണ് പണ്ഡിതൻ. ബിഭർഷി രൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സതാം അഭദ്രാണി മുഹുഖലാനാം. ഭഗവാൻ നമ്മളെ പോലെ സാധാരണ ഒരു ജീവനല്ല. പിന്നെയോ സ്വന്തം ഇച്ഛപ്രകാരം ബോധസ്വരൂപനായ, ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ജ്ഞാനത്തിന് യാതൊരു മറവും കൂടാതെ, അതാണ് അവബോധ ആത്മാ, ശുദ്ധ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ
രൂപാണി ബിഭർഷി, രൂപങ്ങളെ ഭരിക്കുന്നു, ധരിക്കുന്നു. എന്തിന്? അസ്യ ചരാചരസ്യ ലോകസ്യ ക്ഷേമായ, ചരാചരാത്മകമായ ഈ ലോകത്തിന്റെ ക്ഷേമത്തിനായിക്കൊണ്ട് ഭഗവാൻ ശുദ്ധ സത്വാത്മകനായിട്ട്, അതാണ് സത്വോപപന്നാനി രൂപാണി ബിഭർഷി, സത്വാത്മകങ്ങളായ രൂപങ്ങളെ ധരിക്കുന്നു. മലിനസത്വമല്ല, ശുദ്ധസത്വം. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ശുദ്ധസത്വ സ്വരൂപങ്ങളാണ്. നമ്മളൊക്കെ മലിനസത്വാത്മകന്മാരാണ്. നമ്മളിൽ രജസിന്റെയും തമസിന്റെയും മാലിന്യം കലർന്നിട്ടുണ്ട്. ഭഗവാന്റെ അവതാരങ്ങളിൽ, ഭഗവാൻ എടുക്കുന്ന ശരീരങ്ങളിൽ, ഭഗവാന്റെ ഭാവത്തിൽ അല്പം പോലും രജസ്സോ തമസ്സോ കലർന്നിട്ടില്ല. ഭഗവാന്റെ വിശിഷ്ട അവതാരങ്ങളിൽ, ഭഗവാന്റെ ചില അവതാരങ്ങൾ ആവേശാവതാരം, അംശാവതാരം എന്നൊക്കെ പറയുന്നതിൽ കാണാം. ഇപ്പൊ നമ്മുടെ പൃഥു ചരിത്രത്തിൽ നമ്മൾ പൃഥുവിനെ കണ്ടു. സത്വഗുണം ഉണ്ട്, പക്ഷെ അല്പം രജോ ഗുണവും ഉണ്ട്. ആ രാജധർമ്മത്തിൽ ഉള്ള അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള അവതാരമാണ്. അതുപോലെ മറ്റു പല അവതാരങ്ങളിലും, പരശുരാമാവതാരോ അങ്ങനെയുള്ള അവതാരങ്ങളിലൊക്കെ ചെറിയ ചെറിയ മറ്റു ഗുണങ്ങളും കൂടി മിശ്രമായിട്ട് കാണാം. എന്നാൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള കൃഷ്ണാവതാരം പോലെയുള്ള അവതാരങ്ങളില് ശുദ്ധസത്വാവതാരമാണ്. ആണ് സത്വോപപന്നാനി, അത് സതാം സുഖാവഹാനി, സതാം സുഖാവഹാനി, സജ്ജനങ്ങൾക്ക് സുഖത്തെ ആവഹിക്കുന്നതും, കലാനാം അഭദ്രാണി, കലന്മാർക്ക് ദുഷ്ടന്മാർക്ക് അഭദ്രത്തെ ഉണ്ടാക്കുന്നത്, അഥവാ അവർക്ക് ദുഃഖത്തെയും ഭയത്തെയും ഉണ്ടാക്കുന്നത്, അവരെ നശിപ്പിക്കുന്നത്. അപ്പൊ ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടിയും സജ്ജനങ്ങളെ രക്ഷിക്കുവാനായി അനുഗ്രഹിക്കുവാനായിട്ടുമാണ് ഭഗവാൻ സത്വമൂർത്തികളെ ധരിക്കുന്നത്. എങ്ങനെ? മുഹുഹു മുഹുഹു, വീണ്ടും വീണ്ടും, യുഗേ യുഗേ സംഭവാമി, രൂപാണി ബിഭർഷി, രൂപങ്ങളെ ഭരിക്കുന്നു, ധരിക്കുന്നു. അപ്പൊ എങ്ങനെ? അവബോധ ആത്മാ, ശുദ്ധ ചൈതന്യ സ്വരൂപനായിട്ട്, ജ്ഞാനസ്വരൂപനായിട്ട്, ജ്ഞാനത്തിന് യാതൊരു മായാവിസ്മൃതിയും ഇല്ലാത്തവനായിട്ട്. നമ്മളൊക്കെ, നമ്മുടെ ബുദ്ധിയൊക്കെ മായ കൊണ്ട് മറയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. ഭഗവാന്റെ ബുദ്ധിക്ക് യാതൊരു മറവും ഇല്ല, സ്വരൂപ വിസ്മൃതിയേ ഇല്ല. അതുകൊണ്ട് ഭഗവാനെ അച്യുതൻ എന്ന് വിളിക്കുന്നു, സ്വരൂപ വിസ്മൃതി ഇല്ലാത്തത് കൊണ്ട്. അതാണ് അവബോധ ആത്മാ. അപ്പോൾ ഈ 4 ശ്ലോകങ്ങൾ നമ്മൾ വ്യക്തമായി അതിൻ്റെ ഒരു അർത്ഥം ഉള്ളിൽ ഉറച്ചിരിക്കുക. ചൊല്ലുമ്പോഴൊക്കെ വായിക്കുമ്പോഴൊക്കെ അർത്ഥം തോന്നട്ടെ, വേണ്ട പോലെ പ്രകാശിക്കട്ടെ. അടുത്ത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ത്വയ്യംബുജാക്ഷാഖില സത്വധാംനി സമാധിനാവേശിത ചേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ബവാബ്ധിം. ത്വയ്യംബുജാക്ഷാഖില സത്വധാംനി സമാധിനാവേശിത ചേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ബവാബ്ധിം. ഹേ അംബുജാക്ഷ, താമരക്കണ്ണ, താമര പോലെ മനോഹരമായിട്ടുള്ള കണ്ണുള്ളവൻ എന്ന് ഭഗവാൻ വിഷ്ണുവിനെ എല്ലായ്പ്പോഴും വിളിക്കുന്നു. അതേ താമരക്കണ്ണനായ വിഷ്ണു തന്നെയാണ് ഇവിടെ ദേവകീ ഗർഭത്തിൽ കൃഷ്ണനായും അവതരിക്കാൻ പോകുന്നത്. അപ്പൊ താമരക്കണ്ണ എന്നും, അവിടെ താമരക്കണ്ണ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? താമരയില് അല്പം പോലും ചെളിയോ വെള്ളമോ പറ്റുന്നില്ല. അതുപോലെ ഭഗവാന്റെ കണ്ണുകളും സമത്വമുള്ള കണ്ണുകളാണ്. എല്ലാവരിലും സമഭാവനയോടെയുള്ള ദൃഷ്ടിയാണ്. രാഗദ്വേഷമാകുന്ന ചെളിയോ വെള്ളമോ ഒന്നും പറ്റുന്നില്ല. യാതൊരു തരം മാലിന്യങ്ങളും ഇല്ലാത്ത, സംഘമില്ലാത്ത ദൃഷ്ടിയാണ്. മുൻവിധികളൊന്നുമില്ലാത്ത പരിശുദ്ധമായ കാഴ്ചയാണ് ഭഗവാന്റെ കാഴ്ച. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ താമരക്കണ്ണൻ, അംബുജാക്ഷ. ഹേ അംബുജാക്ഷ, അഖില സത്വധാമിനി ത്വയി
സമാധിന ആവേശിത ചേതസ ഏകേ മഹത്കൃതേന ത്വൽപാദപോതേന ഭവാബ്ദിം ഗോവത്സപദം കുർവന്തി. അഖില സത്വധാമിനി ത്വയി. അഖില സത്വധാമ എന്ന് പറഞ്ഞാൽ ശുദ്ധ സത്വസ്വരൂപനായിരിക്കണം, എല്ലാ സത്വങ്ങളുടെയും ധാമമായിരിക്കുന്നവൻ. രണ്ടർത്ഥത്തിൽ പറയാം. സത്വങ്ങൾ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന വ്യാവഹാരിക ചരാചര പ്രപഞ്ചത്തിനൊക്കെ സത്വം എന്ന് പറയാം. ഉണ്മയുള്ളത്, ദാറ്റ് വിച്ച് ഹാസ് എക്സിസ്റ്റൻസ്, ദാറ്റ് വിച്ച് എക്സിസ്റ്റൻസ് ഉള്ളതൊക്കെ സത്വങ്ങളാണ്. അപ്പൊ നമ്മൾക്കിപ്പോ ചുറ്റും കാണുന്നതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നു, ഇല്ല എന്ന് നിഷേധിക്കാനാവുന്നില്ല. അപ്പൊ അതൊക്കെ സത്വങ്ങളാണ്. ഉണ്ടായത് ഭൂതങ്ങൾ എന്നൊക്കെ അർത്ഥത്തിൽ സത്വശബ്ദം പ്രയോഗിക്കും. ജീവജാലങ്ങൾ എന്നൊക്കെ അർത്ഥത്തില്. അതുപോലെ തന്നെ സത്വം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന്റെ ധൈര്യം, ബലം എന്നൊക്കെ അർത്ഥത്തിലും. ശരീരത്തിന്റെ സത്വം എന്ന് പറഞ്ഞാൽ ശരീരബലമാണ്. ഇവിടെ അഖില സത്വധാമിനി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചമാകുന്ന സകല സത്വങ്ങൾക്കും, പ്രപഞ്ചത്തിലെ അഖില സത്വങ്ങൾക്കും അങ്ങാണ് ധാമം. ധാമം എന്ന് പറഞ്ഞാലോ ആവാസസ്ഥാനം, ആശ്രയം എന്നർത്ഥം തന്നെയാണ്. അപ്പൊ അഖില സത്വങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവൻ എന്നൊരർത്ഥം. മറ്റൊരർത്ഥത്തിൽ ശുദ്ധ സത്വസ്വരൂപനായിരിക്കുന്നവൻ. ലിവിങ് തിങ്സ് മാത്രമല്ല സത്വം, എല്ലാറ്റിനെയും സത്വം എന്ന് പറയാം. നോൺ ലിവിങ് ആയിട്ടുള്ളതും സത്വം എന്നുള്ളതിൽ പെടുത്താം. അത് സന്ദർഭത്തിനനുസരിച്ചാണ് പ്രയോഗിക്കുക. കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ആ അർത്ഥം തിരിച്ചെടുക്കണം, എന്തിനെയാണ് ഉദ്ദേശിച്ചത്. സത്വശബ്ദത്തിന് അനേക അർത്ഥമുണ്ട് എന്ന് പറയും. അപ്പൊ സത്വം എന്നുള്ളതിന് 3 ഗുണങ്ങളിൽ ഒരു ഗുണമായിട്ട് പറയും. അപ്പൊ അത് മറ്റൊരർത്ഥമാണ്. ഇവിടുത്തെ 3 ഗുണങ്ങളിൽ ഒന്നായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലും അഖില സത്വധാമിനി, മുഴുവൻ സത്വസ്വരൂപമായിരിക്കുന്ന അങ്ങയിൽ, ത്വയി ശുദ്ധ സത്വാത്മകനായ അങ്ങയിൽ എന്നും അർത്ഥം. അങ്ങനെയുള്ള അങ്ങയിൽ സമാധിന ആവേശിത ചേതസ ഏകേ. ഏകേ എന്ന് പറഞ്ഞാൽ ഒരു ചിലർ, വളരെ ഭാഗ്യവാന്മാരായിട്ടുള്ളവർ, പുണ്യാത്മാക്കൾ. സമാധിന ആവേശിത ചേതസ, അവരുടെ സമാധി കൊണ്ട്. സമാധി എന്ന് പറഞ്ഞാലോ നിരന്തരമായ ധാരണ, ധ്യാനം, സമാധി അല്ലേ. അപ്പോ വേണ്ട പ്രിപ്പറേറ്ററി ആയിട്ടുള്ള യോഗ്യതകളൊക്കെ നേടി അതെല്ലാം ചെയ്ത് യമനിയമ ആസന പ്രാണായാമ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ധാരണ, ധ്യാനം, സമാധി. അപ്പൊ ഇതെല്ലാം അഭ്യസിച്ച് ഇവിടെ സമാധിന ബുദ്ധിയെ ഏകാഗ്രമാക്കി നിർത്തിക്കൊണ്ട് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ആവേശിത ചേതസ, അങ്ങയിൽ ആവേശിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി. അപ്പൊ ഭക്തിപൂർവം മനസ്സിനെ അങ്ങയിൽ ഉറപ്പിച്ചിട്ട്, സത്വഗുണ സ്വരൂപനായ അങ്ങയിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചിട്ട്, ഏകേ ഒരു ചിലര് മഹത്കൃതേന ത്വൽപാദപോതേന ഭവാബ്ദിം ഗോവത്സപദം കുർവന്തി. മഹത്കൃതേന ത്വൽപാദപോതേന, ത്വൽപാദം അങ്ങയുടെ പാദമാകുന്ന പോതം. പോതം എന്നാൽ കപ്പൽ. അത് മഹത്തായിട്ട് ചെയ്യപ്പെട്ടിട്ട്, അതാണ് മഹത്ത് എന്ന് നിശ്ചയിച്ചുകൊണ്ട്, ഭഗവാന്റെ പാദങ്ങളാണ് നല്ല ഉറപ്പുള്ള തോണി അല്ലെങ്കിൽ കപ്പൽ എന്നുള്ള ഭാവത്തോടുകൂടെ അതിനെ ആശ്രയിച്ച് ഭവാബ്ദിം സംസാരസാഗരത്തെ, ദുരത്യയമായ സംസാരസാഗരത്തെ ഗോവത്സപദം കുർവന്തി. ആരംഭത്തിൽ പരീക്ഷത്തിന്റെ ചോദ്യത്തിലും ഇതേ പ്രയോഗം ഉണ്ടായിരുന്നു. എന്റെ പിതാമഹന്മാർ ഏതൊരു ഭഗവാനെ പ്ലവമാക്കി ചെയ്തുകൊണ്ടാണ് ദുര്യോധനാദികളും ഭീഷ്മദ്രോണാദികളും നിറഞ്ഞ കൗരവ സാഗരം, ദുരത്യയം കൗരവ സൈന്യസാഗരത്തെ തരണം ചെയ്തു, ഗോവത്സപദമാക്കി ചെയ്തു എന്ന് വെച്ചാൽ, ഗോവത്സപദം പശുക്കുളമ്പിന്റെ അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തെ നിസാരമായി തരണം ചെയ്യുന്നത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ലാഘവത്തിലാണ് നമ്മൾ കാലെടുത്ത് വെക്കുക, ഒരു പ്രയാസവുമില്ല. ഏത് കൊച്ചു കുഞ്ഞിനും
തരണം ചെയ്യാവുന്നതാണ് പശുക്കുളമ്പിൽ കിടക്കുന്ന വെള്ളം. അപ്പൊ അങ്ങനെയുള്ള ഗോവത്സ പദമാക്കി സംസാര സാഗരത്തെ നിസ്സാരവൽക്കരിക്കുന്നു കുറുവന്തി. അങ്ങനെ തരണം ചെയ്യുന്നു. അപ്പോ വിവേകികളായിരിക്കുന്ന ഹൃദയശുദ്ധിയുള്ളവരായ സജ്ജനങ്ങൾ, ഭക്തന്മാർ അങ്ങയുടെ ഈ സത്വമൂർത്തികളെ ആശ്രയിച്ച് സഗുണോപാസന ചെയ്ത് എന്നർത്ഥമാണ്. സത്വമൂർത്തി എന്ന് പറയുമ്പോൾ അവിടെ ഗുണമുണ്ട്, സത്വം എന്നുള്ള ഗുണമുണ്ട്. ആ സത്വമൂർത്തിയെ ഉപാസിച്ച് അഥവാ സഗുണോപാസന ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കപ്പലാക്കി, ദൃഢമായിട്ടുള്ള കപ്പലാണെന്നുള്ള വിശ്വാസത്തോടെ ആശ്രയിച്ച് ഈ സംസാര സാഗരത്തെ അവർ നിസ്സാരമായി തരണം ചെയ്യുന്നു എന്ന് പറയണം. അത് തന്നെയാണ് മേൽപ്പത്തൂര് പാടുന്നത്. ഏതേ താവദ്വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാബഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവ ആശ്രയാമഹ എന്ന് പറയുന്നത്. ഈ ഞങ്ങൾ ഭക്തന്മാരായിട്ടുള്ള ഞങ്ങൾ ഏതേ താവദ്വയം തു സ്ഥിരതര മനസാ സമാധിന ആവേശിത ചേതസ വിശ്വപീഡാപഹത്യൈ ഭവാബ്ധി പീഡകളെ ചെയ്യാനായിക്കൊണ്ട് വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം അഖില സത്വധാംനി നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമാ ത്വയി ആവേശിത ചേതസ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഏതാനും ചിലർ, വിവേകികളായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ചിലർ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. എന്നാൽ വേറെ ചിലര് ക്ഷുദ്രമായിരിക്കുന്ന ചക്രവാടി ദ്രുമത്തെ അഭിലഷിക്കുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കണക്റ്റഡ് ആണ്. അത് നമുക്ക് അവിടെ കാണാം. അപ്പോ ത്വയ്യംബുജാക്ഷാഖില സത്വധാമനി സമാധിനാവേശിത ചേതസൈകേ ത്വൽപാദബോധേന മഹകൃതേന കുറുവന്തി ഗോവത്സപദംബവാബ്ധിം സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമമദബ്രസൗഹൃദാഃ ഭവൽപദാംബോരുഹനാവമത്രത്തെ നിധായ യാദാ സദനുഗ്രഹോ ഭവാൻ സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമമദബ്രസൗഹൃദാഃ ഭവൽപദാംബോരുഹനാവമത്രത്തെ നിധായ യാദാ സദനുഗ്രഹോ ഭവാൻ. ഹേ ദ്യുമൻ, ദ്യുമൻ എന്നാൽ ദ്യുതിയോടുകൂടിയവനേ, പ്രകാശത്തോടുകൂടിയവനേ, ദേവാ, പ്രകാശസ്വരൂപ, ചൈതന്യസ്വരൂപ, ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനേ, തസ്യ ഭാസ സർവമിദം വിഭാതി, അവന്റെ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഹേ ചൈതന്യസ്വരൂപ ദ്യുമൻ, സുദുസ്തരം ഭീമം ഭവാർണവം സ്വയം സമുത്തീര്യ അദബ്രസൗഹൃദാഃ തേ ഭവൽപദാംബോരുഹനാവം അത്ര നിധായ യാതാഃ. അപ്പോ മുമ്പ് പറഞ്ഞ ഏകേ എന്ന് പറഞ്ഞല്ലോ ചിലര്, ആ ചിലര് എന്ത് ചെയ്യുന്നു? അവര് തരണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവര് പുറകെ വരുന്ന ആളുകൾക്കും ഇതേ കപ്പലിനെ കാണിച്ചു കൊടുത്തിട്ടാ പോകുന്നത്. നിങ്ങളും ഇതേ കപ്പലിനെ സ്വീകരിക്കൂ, നിങ്ങൾക്കും ഞങ്ങൾ പോകുന്ന അതേ വഴിക്ക് വരാം, നിങ്ങൾക്കും ഈ സംസാര സാഗരത്തെ ഭയം കൂടാതെ തരണം ചെയ്യാം, യാതൊരു പ്രയാസവുമില്ലാതെ ഈ വഴിക്ക് വരൂ. അതാണ് ഈ ഇതിലുള്ള ആശയം. അതുതന്നെയാണ് മേൽപ്പത്തൂർ വളരെ മനോഹരമായി ആലങ്കാരികമായി പറഞ്ഞത്.
കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം ആലോചിതം അജിതമയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപു ഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. വളരെ ആലങ്കാരികമായിട്ടാണത് പറഞ്ഞത്. സംസാരസാഗരത്തെ സുധാംബോധി ആക്കി മാറ്റി. പരമരസസുധാംബോധിപൂരേ രമേരൻ. സംസാരസാഗരമേ അല്ല. ആർക്ക്? ഈ ഭഗവാനെ, ഈ സഗുണസാകാരമൂർത്തിയെ, സൗന്ദര്യോത്തരതോപി സുന്ദരതരനായിരിക്കുന്ന ഈ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഈ സംസാരസാഗരം സുധാസാഗരമായി മാറുന്നു, അമൃതസാഗരമായി മാറുന്നു. അതിന് രമിക്കാം, നീന്തി പുളയ്ക്കാം, ദാഹിക്കുമ്പോൾ കുടിക്കാം, മുങ്ങിക്കളിക്കാം. ഈ സംസാരസാഗരം ഭക്തജനങ്ങൾക്ക് ശരിയായ ഭഗവത് തത്വമറിഞ്ഞ് ഭഗവാനെ ഭജിക്കുന്ന ഏകാന്ത ഭക്തന്മാരെ സംബന്ധിച്ച് ഇതൊരു സംസാര ദുരിത സാഗരമല്ല, ഇത് ആനന്ദസാഗരമായി മാറുന്നു. ഇതാണ് പരമരസ സുധാംബോധിപൂരേ രമേരൻ. അപ്പൊ ഇതിന്റെ മറ്റൊരു അവതരണമാണതില്ല. സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമം അദഭ്ര സൗഹൃദ. അപ്പോ അല്ലയോ ദ്യുമൻ, പ്രകാശസ്വരൂപ ചൈതന്യമൂർത്തേ, സുദുസ്തരം ഭീമം ഭവാർണവം സ്വയം സമുത്തീര്യ. സുദുസ്തരം അത്യന്തം ദുസ്തരമായത്, തരണം ചെയ്യുവാൻ പ്രയാസമേറിയതായിട്ടുള്ള ഭീമം അതിഭയാനകമായിരിക്കുന്ന തിമിംഗിലങ്ങളും മുതലകളും കടൽ പാമ്പുകളും ചുഴികളും നീരാളികളും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് ഈ ഭീമഭവാർണവം. ആ ഭീമഭവാർണവത്തെ, സംസാര സമുദ്രത്തെ സ്വയം സമുത്തീര്യ, ഈ മുമ്പേ ശ്ലോകത്തിൽ പറഞ്ഞ ഏകേ കുറെ ആളുകള് നാരദാദി സുഗാദി ഋഷീശ്വരന്മാർ എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ ബ്രഹ്മർഷി തന്നെയാണ് പറയുന്നത്. അപ്പോ പൂർവീകരായിട്ടുള്ള സനകാദികൾ, നാരദൻ മുതലായിട്ടുള്ളവർ സ്വയം സമുത്തീര്യ, വ്യാസനടക്കം സുഖമായി കടന്ന് അദഭ്ര സൗഹൃദാഹ തേ അദഭ്ര സൗഹൃദാഹ. ദഭ്രം എന്ന് പറഞ്ഞാൽ അല്പം, അതിന്റെ ഓപ്പോസിറ്റാണ് അദഭ്രം, അനൽപം, അധികം, വർദ്ധിച്ചത് എന്നൊക്കെ അർത്ഥമാണ് അദഭ്രം. നല്ലതുപോലെ സൗഹൃദമുള്ളവർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് മുഴുവൻ നന്മ കാംക്ഷിക്കുന്നവർ, എല്ലാവരുടെയും വെൽവിഷേഴ്സ്. അപ്പൊ നമ്മളോടൊക്കെ കാരുണ്യമുള്ളവരും നമ്മളുടെയൊക്കെ നന്മയെ കാംക്ഷിക്കുന്നവരുമായിട്ടുള്ള പൂർവികരായ മഹാത്മാക്കൾ. അദഭ്ര സൗഹൃദാഹ തേ, അവര് ഭവൽപദാംബോരുഹ നാവം, അങ്ങയുടെ ഭഗവാന്റെ പാദാംബോരുഹമാകുന്ന നാവത്തെ, ഭഗവാന്റെ പാദകമലമാകുന്ന തോണിയെ. അപ്പൊ ഇവിടെ തോണി താമര പോലെ സുന്ദരമാണ്, അത് മൃദുലമാണ്, നമുക്കതിൽ സുഖമായിട്ട് സഞ്ചരിക്കാം. ഭഗവാന്റെ പാദകമലങ്ങളാകുന്ന തോണിയെ, കപ്പലിനെ അത്ര നിദായ, ഇവിടെ വെച്ചിട്ട്, നമുക്ക് വേണ്ടി നിശ്ചയിച്ച് വെച്ചിട്ട്, നിങ്ങളും ഇതിലൂടെ വരൂ. ഈ കപ്പല് പെർമനന്റ് ആണ്, ഇത് കണ്ടം ചെയ്യുന്ന കപ്പലല്ല, കാലഹരണപ്പെടുന്ന കപ്പലല്ല ഇത്. എല്ലാ കാലത്തേക്കുള്ള ആളുകൾക്കും പ്രയോജനം ഉള്ള കപ്പലാണ്. അതാണ് ഈ ഭക്തിമാർഗം എന്ന കപ്പല്. ഭഗവാന്റെ കഥകളുടെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ, അല്ലെങ്കിൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള നവവിധ ഭക്തി, ഇങ്ങനെയുള്ള ഭഗവാന്റെ ഈ കഥാശ്രവണവും അതിലൂടെയുള്ള ഭക്തി വർദ്ധിപ്പിക്കലുമായിട്ടുള്ള ഈ മാർഗം, ഈ ഭക്തിമാർഗം, അതാണ് അത്ര നിദായ. ഈ കപ്പലിനെ ഇവിടെ നിർത്തിയിട്ട് യാഥാഹ, അവരൊക്കെ കടന്നു പോയി.
നമ്മൾക്ക് വേണ്ടി ഇതേ വഴി ഇതേ കപ്പൽ ഒരുക്കി കാണിച്ചു തന്നിട്ടുണ്ട്, മാതൃക കാണിച്ചിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളുടെ പുറകെ ഇതേ കപ്പലിൽ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഭവാൻ സദനുഗ്രഹ, അങ്ങനെയുള്ള സത്തുക്കളിൽ അനുഗ്രഹത്തോടു കൂടിയവനാകുന്നു. പൂർവികരായ സത്തുക്കളെയും അനുഗ്രഹിച്ചു, ഇപ്പോഴുള്ള സത്തുക്കളെയും അങ്ങ് അനുഗ്രഹിക്കും, ഇനി വരാനിരിക്കുന്ന സത്തുക്കളെയും അനുഗ്രഹിക്കും. സത്തുക്കളെയൊക്കെ കൈപിടിച്ച് കരകയറ്റുന്ന ആളാണ് അങ്ങ്. സദനുഗ്രഹ. അപ്പോ സന്മാർഗത്തിൽ ചലിക്കുന്നവരാണ് സത്തുക്കൾ. ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം ഭഗവാന്റെ ശരീരമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ച ശരീരത്തിന് ഉപദ്രവം ചെയ്യാതെ ആവുന്നത്ര ഇതിനെ ആദരവോടെ കണ്ട് സേവിക്കുന്നവരാണ് സജ്ജനങ്ങൾ. ആ സജ്ജനങ്ങളെ ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കും, കൈപിടിക്കും. എപ്പോഴും നിരന്തരം ആ സജ്ജനങ്ങളുടെ കൈപിടിച്ച് ഭഗവാൻ ഉണ്ടാവും. അവർ ഈ കടലിൽ മുങ്ങില്ല, ഭഗവാൻ തന്നെ കപ്പിത്താനായിട്ട് ഉണ്ടാവും. ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ് ഇവിടെ കപ്പലും. സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമന് ഭവാർണവം ഭീമം അദഭ്രസൗഹൃദാഃ ഭവൽപദാംബോരുഹനാവമത്ര തേ നിധായയാതാ സദനുഗ്രഹോ ഭവാൻ. യന്യേരവിന്ദാക്ഷ വിമുക്തമാനിനഃ ത്വയ്യസ്തഭാവാദവിശുദ്ധബുദ്ധയഃ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തതഃ പദന്ത്യതോനാധൃതയുഷ്മദംഗ്രയഃ. യന്യേരവിന്ദാക്ഷ വിമുക്തമാനിനഃ ത്വയ്യസ്തഭാവാദവിശുദ്ധബുദ്ധയഃ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തതഃ പദന്ത്യതോ അനാദൃതയുഷ്മദംഗ്രയഃ. ഭക്തിയില്ലാത്ത ആളുകൾ, ജ്ഞാനമാർഗത്തെ ആശ്രയിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്, ഭഗവാന്റെ പാദത്തെ ആദരിക്കുന്നില്ല. അതാണ് അനാദൃത യുഷ്മത് അംഗ്രയ. അനാദൃത യുഷ്മത് അംഗ്രയ. അങ്ങയുടെ യുഷ്മത് അംഗ്രികളെ, അങ്ങയുടെ പാദങ്ങളെ അനാദരിക്കുന്നവർ. വെച്ചാൽ നല്ല കപ്പലുണ്ടായിട്ട് കപ്പലിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം പൗരുഷം കൊണ്ട് നീന്തിക്കടക്കാം, ഈ മഹാസാഗരത്തെ, ഈ സംസാര സാഗരത്തെ എന്റെ പൗരുഷം കൊണ്ട് ഞാൻ നീന്തിക്കടക്കും എന്ന് വിചാരിക്കുന്ന മൂഢന്മാർ, നല്ല സുഗമമായിട്ടുള്ള ഇത്രയും വലിയ ആശ്രയിക്കാവുന്ന മുങ്ങാത്ത കപ്പലുള്ളപ്പോ, കപ്പിത്താനായിട്ട് ഭഗവാൻ തന്നെ ഉള്ളപ്പോ അതിനെ ഉപേക്ഷിച്ച് സ്വന്തം റിസ്കില്, സ്വന്തം പൗരുഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രയത്നം ചെയ്യുന്നു. പക്ഷെ അവർക്ക് എന്തായിരിക്കും ഗതി? പാതി എത്തുമ്പോ മുങ്ങിപ്പോകും. എത്ര പൗരുഷമുള്ളവരാണെങ്കിലും ചിലപ്പോ പതിച്ചു പോകുന്നതാണ്. അധഃ പതന്തി പതന്ത്യതോ. അപ്പൊ അന്യേ, അന്യേ വേറെ ചിലരുണ്ട്. ആര്? ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാത്തവർ. ഹേ അരവിന്ദാക്ഷ, അല്ലയോ താമരക്കണ്ണ, അല്ലയോ താമരക്കണ്ണ, വിമുക്തമാനിനഃ, സ്വയം വിമുക്തന്മാരെന്ന് മാനിക്കുന്ന, ജ്ഞാനമാർഗത്തിലൂടെയോ മറ്റ് ഹഠയോഗാദികളിലൂടെയോ ഈശ്വര ഭക്തിയില്ലാത്ത മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ സ്വയം മുക്തന്മാരെന്ന് കരുതുന്നവർ, അതാണ് വിമുക്തമാനിനഃ, അഭിമാനിനഃ. അന്യേ ത്വയി അസ്തഭാവാത് അവിശുദ്ധ ബുദ്ധയഃ. ത്വയി, അങ്ങയിൽ അസ്തഭാവമാണ്. അസ്തഭാവം എന്ന് പറഞ്ഞാലോ ദൂരേക്ക് പോയ ഭാവം, അങ്ങിൽ നിന്ന് അകന്ന ഭാവം, അങ്ങയോട് ഭക്തിയില്ലാത്ത ഭാവം, അങ്ങയെ ബഹുമാനിക്കാതെ, അതാണ് അസ്തഭാവാത്, ഭക്തിയില്ലാത്ത ആളുകള്. അവിശുദ്ധ ബുദ്ധയ, അവരുടെ ബുദ്ധികൾ അവിശുദ്ധമായിരിക്കും. അഹങ്കാരം കൊണ്ട് അവിശുദ്ധമാകും ഒന്നാമത്. പിന്നെ ബാക്കി പലതും വന്നു ചേരും. ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഭഗവാനോടുള്ള പ്രേമം കൊണ്ടത് കഴുകിക്കളയണം. പ്രേമാർദ്രമാകുന്ന ഹൃദയമേ ശുദ്ധമാകുള്ളൂ. അല്ലാത്തതൊക്കെ കരിങ്കല്ല് പോലെ ഇരിക്കും. കരിങ്കല്ലില് പല അഴുക്കും പറ്റിപ്പിടിച്ചിരിക്കും, പല മാലിന്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് കഴുകിക്കളയണമെങ്കിൽ അതിനെ ആർദ്രമാക്കണം. ആർദ്രമാക്കാൻ ഭക്തി തന്നെയാണ് ആർദ്രത. ഇതൊക്കെ മേൽപ്പത്തൂർ വളരെ മനോഹരമായിട്ട് നാരായണീയത്തിൽ പറയുന്നല്ലോ. ഭക്തിമാർഗത്തിന്റെ മാഹാത്മ്യം.
അപ്പോ അവിശുദ്ധ ബുദ്ധയ, ബുദ്ധിശുദ്ധമല്ലാത്തവർ, അന്ധക്കരണ ശുദ്ധിയില്ലാത്തവർ കൃച്ഛ്രേണ പരംപദം ആരുഹ്യ, കൃച്ഛ്രേണ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ പരമപദത്തെ ആരോഹണം ചെയ്യുന്നത്. വലിയ കഷ്ടപ്പെട്ട് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ പ്രാപിച്ചിട്ട് വലിയ ഉയരങ്ങളിലൊക്കെ എത്തി വലിയ ജ്ഞാനികളെന്നൊക്കെയുള്ള പദവിയൊക്കെ നേടിയിട്ട് ഭക്തിയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? കൃച്ഛ്രേണ പരംപദം ആരുഹ്യ തതഹ പതന്തി അധഃ, തതഹ അവിടെ നിന്ന് അധഃ പതന്തി താഴോട്ട് പതിക്കുന്നു. എന്തുകൊണ്ട്? അനാദൃത യുഷ്മദംഗ്രയ, അങ്ങയുടെ പാദങ്ങളെ മുറുക്കെ പിടിക്കാത്തത് കൊണ്ട്. അപ്പൊ അവർക്ക് പിടിവള്ളിയൊന്നുമില്ല. അവര് വെറും എന്താ പറയുക, ശൂന്യതയില് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. പിടിക്കാനൊന്നുമില്ല, ആലംബനമില്ല. ആലംബനമില്ലാതെ അല്ലെ, ഒരു എന്താ പറയുക, പർവ്വതാരോഹകരൊക്കെ ആങ്കർ കൊണ്ട് എറിഞ്ഞ് അതിൽ ചുറ്റിയിട്ടുള്ള കയറിലൂടെ പിടിച്ച് മുകളിലോട്ട് കയറും. അവർക്ക് ആലംബനമുണ്ട്. പിടിച്ചു കയറാനുള്ള കയറോ വള്ളിയോ എന്തെങ്കിലും ഉള്ളവർ അത് പിടിച്ചു കയറും. അതില്ലാത്തവരോ ഉടുമ്പിനെ പോലെ, പല്ലിയെ പോലെ അല്ലെ, പാറയിൽ പിടിച്ചു കയറുമ്പോ പലയിടത്തും വരുമ്പോ വഴിക്ക് താഴേക്ക് വീഴും. ഇതുപോലെയാണ് ഭഗവാന്റെ പാദങ്ങളാകുന്ന ആ കപ്പലിനെ ആശ്രയിക്കാത്തവർ ഈ സംസാരസാഗരത്തിലും മുങ്ങിപ്പോകുന്നു. പതന്ത്യതോ അനാദൃത യുഷ്മതംഗ്രയ. അപ്പൊ സ്വയം ജീവൻ മുക്തന്മാരാണ്, ഞങ്ങൾ ജ്ഞാനികളാണ് എന്നൊക്കെ അഭിമാനിച്ചുകൊണ്ട് അഹങ്കാരികളായിട്ട് അവര് വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയതിനു ശേഷവും പിന്നെയും പ്രാപ്യസ്ഥാനത്തെ പ്രാപിക്കാതെ, ലക്ഷ്യം പ്രാപിക്കാതെ താഴോട്ട് പതിക്കുന്നത് കാണാം. അപ്പൊ ഇവിടെ എന്താ പറയുക, മർക്കട ശിശുക്കൾ എങ്ങനെയാണോ അമ്മയുടെ അല്ലെ വയറ്റിൽ അള്ളിപ്പിടിച്ച് കിടന്നുകൊണ്ട് അമ്മമാര് കുരങ്ങന്മാര് കൊമ്പിൽ നിന്ന് കൊമ്പിലേക്ക് ചാടുമ്പോൾ അറിയാതെ ചിലപ്പോൾ പിടിവിട്ടാൽ ഈ മർക്കട ശിശുക്കൾ താഴെ വീഴും. അവരുടെ പൗരുഷം കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. ആ പൗരുഷത്തിന് വേണ്ടത്ര ശക്തി ഇല്ലാതാകുമ്പോൾ ഏതെങ്കിലും ദുർബല നിമിഷത്തില് ആ മർക്കട ബാലന്മാർ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പിടിവിട്ട് താഴോട്ട് പതിക്കും. അതുപോലെയാണ് ഈ ജ്ഞാനമാർഗം മറ്റു മാർഗങ്ങളിലൊക്കെ പോകുന്നവർ. എന്നാൽ ഭക്തിമാർഗത്തിൽ പോകുന്നവരോ ഭഗവാനാൽ അനുഗ്രഹീതരാണ്. അല്ലേ? ഭഗവാനാകുന്ന പൂച്ച, തള്ളപ്പൂച്ച കുഞ്ഞു പൂച്ചയെ അതിന്റെ കഴുത്തിൽ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ ഭദ്രമായിട്ട് നമ്മളെ കൊണ്ടുപോകും. തള്ളപ്പൂച്ചയ്ക്ക് പിടിവിടില്ല. തള്ളപ്പൂച്ച പിടിച്ചതാണ്, ലക്ഷ്യത്തിലെത്തിയിട്ടേ വിടുള്ളൂ. സുരക്ഷിതരാണ്. അതുപോലെയുള്ള ആ ഭാവമാണ് ഇവിടെ ഭക്തിഭാവം. അങ്ങനെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തന്മാർ സുരക്ഷിതരായി ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. അല്ലാത്തവർ ഈ കുരങ്ങുകുട്ടികളെ പോലെ പാതി വഴിയിൽ വീണുപോകുന്നു, അല്ലെങ്കിൽ സംസാര സാഗരത്തിൽ മുങ്ങിപ്പോകുന്നു. കാരണം കപ്പലുണ്ടായിട്ടും ആശ്രയിക്കുന്നില്ല, അവരുടെ പൗരുഷത്തിൽ അഭിമാനിക്കുന്നു. ബിബർഷി യന്യേരവിന്ദാക്ഷ വിമുക്തമാനിനഃ ത്വയ്യസ്തഭാവാദവിശുദ്ധബുദ്ധയഃ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തതഃ പതന്ത്യതോ നാദൃതയുഷ്മദംഗ്രയഃ തദാ ന തേ മാധവ താവകാ ക്വചിത് പശ്യന്തി മാർഗാത് ത്വയി ബദ്ധസൗഹൃദാഃ ത്വയാ അഭിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീകപമൂർധസു പ്രഭോ. തദാ ന തേ മാധവ താവകാ ക്വചിത് പശ്യന്തി മാർഗാത് ത്വയി ബദ്ധസൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീകപമൂർധസു പ്രഭോ. ഹേ മാധവ, ലക്ഷ്മീപദേ, മായാധവ എന്നൊക്കെ അർത്ഥം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്നവനെ,
മായയുടെ നിയന്താവായിരിക്കുന്നവനെ ഒരു മിനിറ്റ്. അപ്പോ ഹേ മാധവ, ലക്ഷ്മീകാന്ത, മായാനാഥ, ജഗദീശ്വര, പ്രഭോ എന്നും കൂടിയുണ്ട് അവസാന വരിയിൽ. എല്ലാറ്റിനും സമർത്ഥനായിരിക്കുന്നവനെ, എല്ലാ പ്രഭാവവും ശക്തിയുമുള്ളവനെ, ഈശ്വര. ത്വയി ബദ്ധസൗഹൃദാഃ താവകാഃ തേ ക്വചിത് മാർഗാത് തഥാ ന ഭ്രശ്യന്തി. മുൻ ശ്ലോകത്തിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷനാണ്. തഥാ അപ്രകാരം തേന ഭ്രശ്യന്തി മാർഗാത്, അവര് മാർഗത്തിൽ നിന്ന് ഭ്രംശിക്കുന്നില്ല, അവർക്ക് ഭ്രഷ്ടുണ്ടാവുന്നില്ല, അവര് പതിക്കുന്നില്ല. ആര്? ത്വയി ബദ്ധസൗഹൃദാഃ താവകാഃ. ത്വയി ഭഗവാനായ അങ്ങയിൽ, സർവൈശ്വര്യ പരിപൂർണനായ പ്രഭുവായ മാധവനായ അങ്ങയിൽ ബദ്ധസൗഹൃദാഃ, നല്ലതുപോലെ സൗഹാർദ്ദത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ, ഹൃദയം ശുദ്ധമായിക്കൊണ്ട് ഭഗവാനോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രേമമുള്ളവർ, ഭക്തന്മാർ എന്നർത്ഥം. ബദ്ധസൗഹൃദാഃ. അപ്പൊ അങ്ങയുടെ ഭക്തന്മാര് താവകാഃ, അവർ അങ്ങയുടെ സ്വന്തക്കാരാണ്, അങ്ങയ്ക്ക് വേണ്ടപ്പെട്ടവരാണ്, അങ്ങയാൽ സ്വീകരിക്കപ്പെട്ടതാണ്. അവർ സ്വയം അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചവരാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ നാഥൻ, ഞങ്ങൾക്ക് വേറൊരു നാഥനില്ല എന്ന് പറഞ്ഞ് തവാസ്മി, ഞങ്ങൾ അങ്ങയുടേതാകുന്നു എന്ന് പറഞ്ഞ് സകലേവ പ്രപന്നായ, ആരാണോ ഒരിക്കലെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ശരണാഗതി പ്രാപിക്കുന്നത് അവർക്ക് ഭഗവാൻ നാഥനാണ്. അതാണ് താവകാഹ. അങ്ങനെയുള്ള അങ്ങേ സംബന്ധിച്ചവരായിട്ടുള്ള ആളുകൾ തേ ക്വചിത്, ഒരിക്കലും മാർഗാത് തഥാ ന ഭ്രശ്യന്തി, മാർഗത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് അവര് ഭ്രംശിക്കുന്നില്ല, പതിക്കുന്നില്ല. ത്വയാ അഭിഗുപ്താഹ, അവര് അങ്ങയാൽ അഭിഗുപ്താഹ, അഭിതഃ ഗുപ്താഹ, എല്ലാ ഭാഗത്തും രക്ഷിക്കപ്പെടുന്നു. അങ്ങ് അവരുടെ ചുറ്റുമുണ്ട്, അവരുടെ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്, അവരുടെ ശരീര അവയവങ്ങളിലെല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. വനമാലി ഗതി ശാർംഗി ശങ്കി ചക്രീജ നന്ദകി ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോ അഭിരക്ഷതു എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അപ്പൊ അവരുടെ ചുറ്റും അങ്ങുണ്ട്. അവര് വഴിതെറ്റിയാൽ അങ്ങ് അവരെ നേരായ വഴിക്ക് നയിക്കും. അവർ വല്ല ആപത്തുകളിൽ പതിക്കാൻ പോയാൽ അങ്ങ് കൈപിടിച്ച് താങ്ങും. അവരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അവരെ തടയും. എല്ലാ രീതിയിലും അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരാണ്. ത്വയാ അഭിഗുപ്താഹ, അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരായിട്ടുള്ള, എല്ലാ ഭാഗത്തും രക്ഷിക്കപ്പെടുന്നവരാണ്. അഭിതഃ ഗുപ്താഹ അഭിഗുപ്താഹ. ഗുപ്താഹ എന്ന് പറഞ്ഞാൽ ഗോപനം ചെയ്യപ്പെടുന്നവർ. അഭി ശബ്ദം അഭിതഃ എന്നുള്ളതിന്റെ രൂപമാണ്, മറ്റേ ചുരുക്കമാണ്. അഭിതഃ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും, എല്ലാ ഭാഗത്തും, സർവതഃ എന്നർത്ഥമാണ്. അപ്പോ എല്ലാ ഭാഗത്തും അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരായിട്ടുള്ളവര് നിർഭയാഹ. അവരുടെ ഒരു പ്രിവിലേജാണ് നിർഭയത്വം. എന്റെ കൂടെ എന്നെ രക്ഷിക്കാൻ ഭഗവാനുള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടണം, എന്തിനെ ഭയപ്പെടണം? ഒരു ഭയവുമില്ലാതെ ആത്മവിശ്വാസത്തോടു കൂടിയവരായിട്ട് നിർഭയാഹ അവരെന്ത് ചെയ്യുന്നു? വിചരന്തി, വിശേഷേണ സഞ്ചരന്തി. എവിടെയൊക്കെ? വിനായക അനീകപ മൂർധസു. വിനായക അനീകപ മൂർധസു. വിനായകന്മാര് എന്ന് പറഞ്ഞാൽ വിഘ്നഹേതുക്കളായിരിക്കുന്നവർ, തടസ്സമുണ്ടാക്കുന്നവരായ ആരാണവര്? ദേവന്മാരാണ് നമുക്ക് തടസ്സം ഉണ്ടാക്കുക. നമ്മള് വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന അസൂയക്കാരാണ് ആര്? ദേവതകള്. അവരെയാണ് അവിടെ വിനായക അനീകപന്മാരായിട്ട് പറയുന്നത്. അനീകപന്മാർ എന്ന് പറഞ്ഞാൽ അനീകങ്ങളുടെ പതികൾ. അനീകം സമൂഹം, സൈന്യം എന്നൊക്കെ അർത്ഥമാണ്. അനീകിനി എന്ന് പറഞ്ഞാൽ സൈന്യം, അനീകം. അപ്പൊ അനീകങ്ങളുടെ പതികൾ അനീകപന്മാർ. അനീകം പാലയതേ ഇതി അനീകപഹ.
അപ്പൊ കൂട്ടങ്ങളുടെ നായകന്മാര്, വലിയ വലിയ ദേവന്മാര്, ദിക്പാലകന്മാര്, ഇന്ദ്രാദി ദേവന്മാര്, അവരൊക്കെയാണ് വിനായക അനീകപന്മാർ. അവരുടെ മൂർധസു, അവരുടെയൊക്കെ ശിരസ്സുകളിലും ചവിട്ടിക്കൊണ്ട് അവരൊക്കെ തടയാൻ വരുമ്പോ ഭഗവാൻ തന്നെ നമ്മളെ തൂക്കിപ്പിടിക്കും. എന്നിട്ട് ഈ ദേവന്മാരുടെ തലയ്ക്ക് തന്നെ നമ്മളെ കൊണ്ട് കാല് വെപ്പിക്കും. എന്നുവെച്ചാൽ നമ്മളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ദേവതകൾ, എന്നുവെച്ചാൽ ഇവിടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിഷ്ഠാന ദേവതകൾ നമ്മുടെ ഈ പറഞ്ഞ ദേവതകളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭ്രമിപ്പിച്ച് ഓരോ വിഷയങ്ങളുടെ പുറകെ നമ്മൾ പോകുമ്പോ അതിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അഭിഗുപ്തരായിട്ട് നമ്മളെ അഭികോപനം ചെയ്യും. അപ്പോ ഈ ദേവതകളുടെ മായകളിൽ നമ്മൾ പെടില്ല. ഈ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ നമ്മളെ വഞ്ചിക്കാനായിക്കൊണ്ട് പല ഇന്ദ്രിയ വിഷയങ്ങളെയും മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ പ്രലോഭിപ്പിക്കും. അപ്സരസുകളെയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ മുമ്പിൽ നൃത്തം വെപ്പിക്കും. അപ്പൊ അതിലൊന്നും ഭ്രമിക്കാതെ ഭഗവാൻ കൈപിടിച്ചിട്ടുണ്ട്. ഭഗവാൻ പറയാം, അതൊക്കെ വിടൂ, ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും തട്ടിത്തെറിപ്പിച്ച് അവരുടെയൊക്കെ നെറുകയിൽ കാല് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവർ, ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്നവരായിട്ടുള്ളവർ ഒരിടത്തും പതിക്കാതെ ഭഗവാൻ കൈപിടിച്ചു നടത്തുന്നു അവരെ ലക്ഷ്യത്തിലേക്ക്. അതല്ലേ നല്ലത്, സുരക്ഷിതമായിട്ടുള്ള യാത്ര. അതുകൊണ്ട് ഭക്തിമാർഗമാണ് സുരക്ഷിതം എന്ന് പറയണവിടെ. തദാനതേ മാധവ താവകാ ക്വചിത് ഭ്രശ്യന്തി മാർഗാ ത്വയി ബദ്ധ സൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാഃ വിനായകാനീകപമൂർധസു പ്രഭോ. ഇനി ഭഗവാന് പകരം മറ്റു ദേവതകളെയൊക്കെ ആരാധിച്ചാ പോരെ? എന്തിനാ ഭഗവാനെ തന്നെ ആരാധിക്കണമെന്നാണെങ്കിൽ, ഭഗവാനാണ് ശുദ്ധസത്വസ്വരൂപൻ. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ശുദ്ധസത്വാത്മകമാണ്. സത്വഗുണമാണ് ആശ്രയിക്കാൻ യോഗ്യം. സത്വഗുണ ദേവതകളെയാണ് ആശ്രയിക്കേണ്ടത്. ശാശ്വതമായ ശാന്തിക്ക്, ശാശ്വതമായ മോക്ഷത്തിന് സാത്വിക ഭാവത്തിൽ വേണം ആരാധിക്കാൻ. ഭഗവാന്റെ സാത്വിക മൂർത്തികളെ വേണം ഉപാസിക്കാൻ. മറ്റുള്ളതൊക്കെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ കലർന്ന ദേവതകളാണ്. അപ്പൊ അതുകൊണ്ട് സത്വമൂർത്തിയായ ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ അവതാരങ്ങൾ, ഈ ലീലകൾ എന്ന് പറയാനായിട്ട് 34, 35 മുതലായിട്ടുള്ള ശ്ലോകങ്ങൾ. നമുക്കത് നാളെ രാവിലെ കാണാം, 11 മണിക്ക് കാണാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. ഹരി ഓം. ഹരി ഓം.